നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റ് വെച്ച് കോയിൻ മൈൻ ചെയ്യുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നുള്ള ഡൗട്ടായിരിക്കും നമ്മുടെ സ്പെഷ്യൽ ടാബിലുള്ള 3 കാർഡുകളെ പറ്റി. ഈ ഒരു കാർഡുകൾ വാങ്ങണോ, വാങ്ങിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, ക്യാഷ് കൂടുതൽ കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന കോയിൻ നഷ്ടമാണോ, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഏതൊക്കെ കാർഡുകളാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം ലംബോ ഫോർ എ ഹാംസ്റ്റർ CEO, അതുപോലെ തന്നെ ജോ റോഗൻ്റെ പോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ ദുബായ് ഓഫീസ്. ഈ 3 കാർഡുകൾ വാങ്ങിയോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ 1 മില്യൺ കോയിൻസ് കൊടുത്തുകൊണ്ട് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഇതൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണും ജസ്റ്റ് ഒരു കാർഡ് മാത്രമാണ്, പ്രോഫിറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാർഡ് വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടോ, ഇനി എയർ ഡ്രോപ്പിൽ എന്തെങ്കിലും വാല്യൂ നിങ്ങൾക്ക് കൂടുതലോ കുറവോ ആവുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ഡൗട്ടുള്ള എല്ലാ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ്, പിക്സൽ ബസ്, അതുപോലെ തന്നെ നമ്മൾ മെയിൻ ചെയ്യുന്ന മീം ഫൈ, അതുപോലെ തന്നെ എല്ലാ കോയിൻസിൻ്റെയും ഡെയിലി അപ്ഡേറ്റ്സും ഡെയിലി കോമ്പോസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കോയിനിലല്ല കാര്യം, നമ്മുടെ ഹാംസ്റ്ററിൻ്റെ പ്രോഫിറ്റ് പെർ അവറിലാണ് കാര്യം എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം CEO സിമുലേഷനാണ്. നമ്മളൊരു കമ്പനിയുടെ CEO ആണ്, നമ്മൾക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലംബോർഗിനി അതുപോലെ തന്നെ ദുബായ് ഓഫീസൊക്കെ 2 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 2 ടൈപ്പും ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ നിങ്ങൾ പ്രോഫിറ്റ് കൂടുതൽ ശ്രദ്ധിക്കാതെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൈൻഡിലേക്ക് പോയിട്ട് സ്പെഷ്യലി തന്നെ നോക്കുകയാണെങ്കിൽ ഉള്ളൊരു കാര്യം, ഇപ്പോൾ ലംബോ ഫോർ എ ഹാംസ്റ്റർ CEO തന്നെ എടുക്കുക. അപ്പോൾ CEOക്ക് ലംബോർഗിനി മേടിക്കണമെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ അതൊരു കാര്യമാണ്. രണ്ടാമതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയാണ്, നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ CEO ആണ്, നമുക്ക് ലംബോർഗിനി വേണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ലംബോർഗിനി മേടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിനകത്ത് നമ്മളൊരു CEO ആണ്, നമുക്കപ്പോൾ ലംബോർഗിനി എന്ന് പറയുന്ന കാർഡ് അല്ലെങ്കിൽ കാറ് ഉണ്ട്, ഗെയിമിനകത്ത് കാറുണ്ട്. അതാണ് ഒന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മളെ കമ്പനിക്ക് ദുബായിൽ ഓഫീസ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ദുബായിൽ ഓഫീസ് മേടിക്കാം. ഓക്കെ, അതിന് റിട്ടേൺ കാര്യങ്ങളൊന്നുമില്ല. അത് ഒന്നാമത്തെ കാര്യത്തിൽ നോക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ഉണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ജോ റോഗൻ്റെ പോഡ്കാസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഓഡിയൻസിനെ കിട്ടുമെന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മളാണ് കമ്പനിയുടെ CEO. ഓക്കെ, നമ്മളാണ് ആ കമ്പനിയുടെ തലവൻ. അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് പോയിട്ട് കുറച്ചുകൂടി ആൾക്കാർക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കമ്പനി കുറച്ചുകൂടി ഗ്രോ ആവും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു കാർഡുകൾ കൊണ്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അത് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ മിസ് ചെയ്ത എക്സ്പയർ ആയിപ്പോയി ഞാൻ മേടിക്കാത്ത 2 കാർഡുകൾ. നിങ്ങൾ പലരും ഈ ഒരു കാർഡും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ പ്രോഫിറ്റ് തരാതെ 2 കാർഡുകളായിരുന്നു. ഇതിന് മുൻപ് വന്ന 2 കാർഡുകളായിരുന്നു ടൂക്കർ കാൾസൺ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ സേവ് ഹാംസ്റ്റർ ഫ്രം ഡ്രോണിങ് എന്ന് പറയുന്ന 2 കാർഡുകൾ. ഓക്കെ, അപ്പോൾ ഈ 2 കാർഡുകളും അന്ന് വാങ്ങിയ ഒരു പ്രോഫിറ്റും ഇല്ല. നമ്മളെ ലംബോയും ദുബായ് ഓഫീസൊക്കെ പോലെ തന്നെയായിരുന്നു. ആ കാർഡിൽ നിന്ന് ഒരു പ്രോഫിറ്റും കിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആ കാർഡുകളിൽ നിന്ന് കിട്ടും. അതുപോലത്തെ 2 കാർഡുകളാണ് ഈ ടൂക്കർ കാൾസൺ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ സേവ് ഹാംസ്റ്റർ ഫ്രം ഡ്രോണിങ് എന്ന് പറയുന്ന ഒരു കാർഡും. ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കാർഡും കൂടെ ഉണ്ട്. ആ കാർഡാണ് ആഡ് കോൺട്രാക്ട് വിത്ത് എ ഫുട്ബോൾ ക്ലബ്. ഇതിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി അത് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറച്ച് ലെവൽ വരെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് അതിൽ നിന്ന് 3K പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡ് അത്യാവശ്യം എല്ലാവരും വാങ്ങിയിട്ടുണ്ട്, കാരണം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് വാങ്ങിയത് കൊണ്ടും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഈ ഒരു സെയിം രീതിക്ക് വരുന്ന അഡ്വാൻറ്റേജ് ആണ്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് കോൺട്രാക്ട് വിത്ത് ഫുട്ബോൾ ക്ലബ്ബ് വാങ്ങിയപ്പോൾ ചെറിയ പ്രോഫിറ്റ് ആ ഒരു കാർഡിൽ നിന്ന് കിട്ടുള്ളൂ, ചിലർ വാങ്ങിയിട്ടുള്ളൂ. അത് വാങ്ങിയവർക്ക് നമ്മളെ UCLൻ്റെ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഒരു കാർഡ്, പുതിയൊരു കാർഡ് നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ ആഡായി. യുവർ പാർട്ണർ ഫുട്ബോൾ ക്ലബ്ബ് ഈസ് എ വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ്. ഈ ഒരു കാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ട. അത് നിങ്ങൾക്ക് 3.5 മില്യൺ ഈ ഒരു കാർഡിൽ നിന്ന്, ഈ യുവർ പാർട്ണർ ഫുട്ബോൾ ക്ലബ്ബ് ഈസ് എ വിന്നർ എന്ന് പറയുന്ന കാർഡിൽ നിന്ന് നമുക്ക് 3.5 മില്യൺ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ കുറേ ആൾക്കാർക്ക് 3.5 മില്യൺ കിട്ടിയിരുന്നു. 3.5 മില്യൺ കിട്ടാനുള്ളൊരു ക്രൈറ്റീരിയ എന്താ? ക്രൈറ്റീരിയ സിമ്പിളാണ്. നിങ്ങൾ ഒരു ഫുട്ബോൾ ക്ലബ്ബുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ഒരു പോസ്റ്റിൽ കാണാൻ പറ്റും, യു ഹാവ് സക്സസ്ഫുള്ളി ഇൻവെസ്റ്റഡ് ഇൻ അഡ്വർടൈസിങ്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഫുട്ബോൾ ക്ലബ്ബ് സക്സസ് ആയി. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3.5 മില്യൺ കോയിൻസ് ആണ്. അപ്പോൾ ഈ ഒരു കാർഡ് കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? യു ഹാവ് കോൺട്രാക്ട് വിത്ത് എ ഫുട്ബോൾ ക്ലബ്ബ്. കണ്ടോ? അപ്പോൾ നമ്മൾ ആഡ് കോൺട്രാക്ട് വിത്ത് എ ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആ കുറഞ്ഞ പ്രോഫിറ്റുള്ള കാർഡ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഭാവിയിൽ കിട്ടിയൊരു പ്രോഫിറ്റാണ് 3.5 മില്യൺ അടുത്ത കാർഡ് വന്നപ്പോൾ. അപ്പോൾ ആഡ് കോൺട്രാക്റ്റിൻ്റെ വിത്ത് ഫുട്ബോൾ ക്ലബ്ബ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കാർഡിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അല്ലേ? ചെറിയൊരു പ്രോഫിറ്റ് എങ്കിലും അത് പ്രോഫിറ്റ് പെർ അവറിലേക്ക് ആഡ് ആക്കി തന്നിരുന്നു. പക്ഷേ ഈ ലംബോയിലും ദുബായ് ഓഫീസിലും അതുപോലെ തന്നെ ജോ റോഗൻ്റെ പോഡ്കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നും നമുക്ക് ഒരു പ്രോഫിറ്റും കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഗുണം? അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു 2 കാർഡുകൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത്. ടൂക്കർ കാൾസൻ്റെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ സേവ് ഹാംസ്റ്റർ ഫ്രം ഡ്രോണിങ് എന്ന് പറയുന്ന 2 കാർഡുകൾ. ഈ ഒരു ടൂക്കർ കാൾസൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ കാർഡ് നിങ്ങൾ മേടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഫിറ്റും കിട്ടില്ല. ഈ ഒരു കാർഡിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല ആ വാങ്ങിയ ടൈമിന്. പക്ഷേ അത് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ സക്സസ് വിത്ത് ടൂക്കർ എന്ന് പറയുന്ന പുതിയ കാർഡ് വന്നു.
നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ഈ ഒരു കാർഡ് ഞാൻ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ കാർഡും എടുക്കാൻ പറ്റില്ല. ടൂക്കർ കാസ് ഇൻ്റർവ്യൂ വാങ്ങിയ ഈ കാർഡ് വാങ്ങിയ ഒരാൾക്ക് മാത്രമേ ഈ സക്സസ് വിത്ത് ടൂക്കർ എന്ന് പറയുന്ന കാർഡ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത് ക്ലെയിം ചെയ്ത 7.5 മില്യൺ കോയിൻസാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡിലേക്ക് നമ്മൾ ഒരു പൈസയും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ടൂക്കർ കാസിൻ്റെ ഇൻ്റർവ്യൂ കാർഡ് വാങ്ങിയിരുന്നെങ്കിൽ സക്സസ് വിത്ത് ടൂക്കർ എന്ന് പറയുന്ന കാർഡിൽ നിന്ന് 7.5 മില്യൺ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ സേവ് ഹാംസ്റ്റർ ഫ്രം ഡ്രോണിങ് എന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു കാർഡ് നമ്മൾ ഒരു ഏണിങ്സും ഇങ്ങോട്ട് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാർഡ് വാങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സേവ് ഹാംസ്റ്റർ ഫ്രം ഡ്രോണിങ് എന്ന് പറഞ്ഞ കാർഡുള്ളവർക്ക് ഫോബ്സിൻ്റെ യു ഇൻസ്പയർ മില്യൺസ് എന്ന് പറയുന്ന ഈ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടിയാനെ. ഈ ഒരു കാർഡിൽ നിന്ന് 2.5 മില്യനാണ് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ ടൂക്കർ കാസിനും ഈ സേവ് ഹാംസ്റ്ററും വെറുതെ വാങ്ങിയിരുന്നെങ്കിൽ, ചെറിയ പൈസയ്ക്ക് വാങ്ങി വെച്ചിരുന്നെങ്കിൽ എനിക്കിവിടെ 7.5 മില്യൺ പ്ലസ് 2.5 മില്യൺ കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണോ നമ്മളുടെ ഈ ഒരു ലെംബോയുടെ കാര്യത്തിലും ജോ റൂഗൻ്റെ പോഡ്കാസ്റ്റിൻ്റെ കാര്യത്തിലും ദുബായ് ഓഫീസിൻ്റെ കാര്യത്തിലുള്ളത്? എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഇത് മാത്രമല്ല. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വാങ്ങിയതുകൊണ്ട് ഭാവിയിൽ ഒരു ബോണസ് കിട്ടും എന്നുള്ളത് മാത്രമല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയുണ്ട്. എന്താണത്? ഈ കാർഡ്സിൻ്റെ ഒക്കെ ഈ ലംബോഗിനി കാർഡൊക്കെ വന്ന പോസ്റ്റ് നമ്മളപ്പം നിർത്തി നോക്കണം. നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് പോസ്റ്റ് ചെയ്ത ഈ ഒരു കാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ടെലഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഡസ് ഹാംസ്റ്റർ നീഡ് എ ലംബോ. അപ്പോൾ നമുക്ക് ഹാംസ്റ്ററിൻ്റെ സിഇഒക്ക് ലംബോ വേണോ എന്നാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു ആഡ് ഇറ്റ് യുവർ സ്പെഷ്യൽ കളക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്പെഷ്യൽ കളക്ഷനിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ ലംബോ ഫോർ എ സിഇഒ എന്ന് പറയുന്ന കാർഡ് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഇതെന്ത് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെന്തൊരു കളക്ഷനാണ്, കാർഡിൻ്റെ കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ കളക്ഷൻ കൊണ്ട് എന്താണ് ഗുണം? ഈ ക്രിപ്റ്റോ കറൻസി വേൾഡിൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? NFTs ആണ്. NFT നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല രീതിയിലുള്ള മീമും അത് മീമായിട്ടുള്ള NFTസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് NFT എന്താണെന്ന് അറിയാത്തൊരു ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, സിമ്പിളായിട്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ഇങ്ങനെ തന്നെ വരുമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ തോന്നുന്നതാണ് ഇങ്ങനെ ആയിരിക്കും വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇത്രയും കാലത്ത് എൻ്റെ ഒരു ക്രിപ്റ്റോ വേൾഡിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു കാർഡ്സ്, ഈ ജോ റൂഗൻ പോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ലെംബോ, ദുബായ് ഓഫീസ്, ഈ 3 കാർഡുകൾ NFTകളാണ്. NFT എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഒരു ഇപ്പോൾ നമ്മൾ പഴയ പുരാതന വസ്തുക്കൾ, അതായത് എന്താ പറയുക, ആൻഷ്യൻ്റ് ആയിട്ടുള്ള ആർട്ടുകൾ, മൊണാലിസയുടെ പിക്ചറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ പഴയ കാലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കൂടും. ഇപ്പോൾ നമ്മൾ 1900കളിലെ നോട്ടൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോയിൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ ഭയങ്കര വാല്യൂ ആണ് അല്ലേ. അപ്പോൾ അതുപോലെ ക്രിപ്റ്റോ കറൻസി വേൾഡിലുള്ള ഒരു എന്താ പറയുക, ഒരു അസറ്റ്, ഒരു സ്വത്താണ് നമ്മളുടെ NFTകൾ എന്ന് പറഞ്ഞാൽ. NFT നമ്മൾ കുറഞ്ഞ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അതിന് നല്ല ക്യാഷിന് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് വേറൊരാൾക്ക് കൊടുത്ത് ആ ക്യാഷ് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലംബോഗിനി, അതുപോലെ തന്നെ ഈ ജോ റൂഗൻ പോഡ്കാസ്റ്റ്, ദുബായ് ഓഫീസ്, ഇതെല്ലാം തന്നെ ഒരു NFT ആവാനാണ് സാധ്യത. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അകത്തുള്ള NFT കളക്ഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡുകൾ 3 ഓൺ ചെയ്ത് വാങ്ങി വെച്ചവർക്ക് ഭാവിയിൽ അത് ഒരു അസറ്റായി മാറാനും ആ ഒരു കാർഡ് ഉള്ളവർക്ക് ഒരു ബോണസ് എമൗണ്ട് എയർ ഡ്രോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോണസ് ആയിട്ടോ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഒരു 99% ആണെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് മേടിക്കണോ? ഈ അവസാനമായിട്ട് പറയേണ്ട കാര്യം അതാണ് അല്ലേ. വാങ്ങണോ വാങ്ങണ്ടേ എന്ന് നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എൻ്റെ ഇവിടെ പ്രോഫിറ്റ് 1.13 മില്യൺ ആണ് പെർ അവർ. അപ്പോൾ എനിക്ക് 3 മണിക്കൂർ കൊണ്ട് 3 മില്യൺ ഈസി ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻ സെക്ഷനിൽ പോയി ഇത് വാങ്ങുകയാണെങ്കിൽ വരുന്ന ചിലവ് എന്ന് പറയുന്നത് 3 മില്യൺ ആണ്. അതായത് 3 മണിക്കൂർ, ജസ്റ്റ് 3 അവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻ്റെ വാല്യൂ മാത്രമേ ഈ 3 കാർഡുകൾ കൊണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി വെക്കുന്നതുകൊണ്ട് വലിയൊരു മാസീവായിട്ടുള്ള നഷ്ടമല്ല. അതുപോലെ തന്നെ ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്താൽ ഡെയിലി നിങ്ങൾക്ക് 5 മില്യൺ കോയിൻസാണ് കിട്ടുക. അപ്പോൾ എന്നും ഡെയിലി കോംബോ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. അത് കിട്ടാനായി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഡെയിലി കോംബോൻ്റെ ഒരു 70% അല്ലെങ്കിൽ 80% നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വരുമ്പോൾ ഒരു ബോണസ് എമൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഞാൻ പറഞ്ഞ പോലെ തന്നെ 99% ആണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങണോ വേണ്ടേ? നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വാങ്ങുക, തീർച്ചയായിട്ടും വാങ്ങി വെക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ എയർ ഡ്രോപ്പ് വരുന്ന സമയത്ത് ഇതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ആയിട്ടുള്ള കാർഡ്, ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ ടൂക്കറിൻ്റെ ഇൻ്റർവ്യൂ കാർഡ് കാണിച്ചു, അതുപോലെ തന്നെ സേവ് ഹാംസ്റ്റർ ഫ്രം ഡ്രോണിങ് എന്ന് പറഞ്ഞ കാർഡ് കാണിച്ചു. ഇതുപോലെ നിങ്ങൾക്കൊരു ബോണസ് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വരുമ്പോൾ ഈ ഒരു NFT കളക്ഷൻ ഉണ്ട് എന്ന കാരണത്താൽ നിങ്ങൾക്കൊരു ബോണസ് കിട്ടാനുള്ള സാധ്യത 99% ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന കാർഡ്സ് ഒന്നും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഈ 3 കാർഡ്സും ഇപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം നമ്മൾ ടെലഗ്രാമിലുള്ള കമ്മ്യൂണിറ്റിയാണ്, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സാണ്. അവർ കുറേ പേര് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാനിതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ ഒരു ഐഡിയ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഡൗട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ചാനലൊന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി വരുന്ന അപ്ഡേറ്റ്സ് ഫസ്റ്റ് തന്നെ കിട്ടാനായിട്ട് ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക.
ഇത്രയുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ളത് താഴെ നിന്ന് കമൻസിൽ അറിയിക്കുകയെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ഭാവിയിലേക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.